എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ബെറ്റർ ആണ്. ചൈനീസ് മാർക്കറ്റുകൾ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നല്ല റാലിയാണ് കണ്ടത്. ഡൗ ജോൺസും S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മെറ്റാ പ്ലാറ്റ്ഫോം പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ടെക്നോളജി ഷെയറുകളെല്ലാം തന്നെ ഇന്നലെ റാലി ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ത്യയിൽ നിഫ്റ്റിയും സെൻസസും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഗോൾഡ് ഗ്ലോബൽ മാർക്കറ്റിൽ പുതിയ റെക്കോർഡ് ഹീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. മോർണിംഗിൽ $2,616 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ലിക്കർ പോളിസി ലിക്കർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റിലയൻസ് ഇൻഫ്ര QIP കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. $240 പെർ ഷെയറാണ്, പോസിറ്റീവാണ്. മാക്രോടെക് ഡെവലപ്പേഴ്സ് 3 വെയർ ഹൗസുകൾ അക്യൂർ ചെയ്തിട്ടുണ്ട്. റെൻ്റൽ ഇൻകം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പോസിറ്റീവാണ്. ഹീറോ മോട്ടോ കോർപ്പ് അവരുടെ വിഡ EV 2-വീലർ EV UK, ഫ്രാൻസ്, സ്പെയിനിലൊക്കെ ലോഞ്ച് ചെയ്യാണ് 2025 മിഡിലോട് കൂടിയിട്ടാണ്. ഒപ്പം റെഡിമെയ്ഡ് ഗാർമെൻറ്റ് എക്സ്പോർട്സ് ഓഗസ്റ്റിൽ വലിയ ഗ്രോത്താണ് കാണിച്ചിരിക്കുന്നത്. 11.9%. ബംഗ്ലാദേശ് ഇഫക്റ്റും അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു പല രാജ്യങ്ങളായിട്ട്. ഇതിൻ്റെ ബൂസ്റ്റിംഗ് ആണ്. അടുത്ത മാസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് STT ഇൻകം ബഡ്ജറ്റഡ് എസ്റ്റിമേറ്റിൻ്റെ 70% ക്രോസ് ചെയ്തിരിക്കുകയാണ്. 26,000 കോടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ STT ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ NRIs മുമ്പില്ലാത്ത രീതിയിൽ വലിയ രീതിയിലാണ് ഇന്ത്യയിൽ ഹോമുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. പൊതുവെ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓവറോൾ പോസിറ്റീവ് ന്യൂസ് ലോസ് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് സീരിയസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ വൊളാറ്റിലിറ്റി മാർക്കറ്റിലുണ്ടാവാം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് 2 അസംബ്ലി ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ ഒക്ടോബർ 2nd വീക്കോടുകൂടി വരികയാണ്. അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഓവറോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. വൊളാറ്റിലിറ്റി ഉള്ള കാരണം വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.